സൂക്ഷിക്കണമടി പെണ്ണെ. നിനക്കും കുഞ്ഞിനും ഒരു ആപത്തും പിണയാതെ കയ്യോടെ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങ് തന്നേക്കണമടി പൊന്നെ. അർജുൻ്റെ ജീവൻ കിടപ്പുണ്ടിവിടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നയനം ഭാഗം 59 സ്വാഗതം. നയനയ്ക്ക് ബോധം വന്നപ്പോൾ ആശുപത്രിയുടെ വെളുത്ത ചുവരുകളായിരുന്നു കണ്ണിന് മുന്നിൽ. അർജുൻ ചെന്ന് നോക്കുമ്പോൾ അവൾ മിഴികൾ തുറന്ന് കിടപ്പുണ്ട്. അവൻ അവളുടെ അരികിലിരുന്ന് ബെഡിൽ പതിച്ചു വെച്ച കൈകൾ പിടിച്ചെടുത്തു. അതിൽ മുഖം ചേർത്തു. മറു കൈകൊണ്ട് അവളുടെ നെറ്റിയിൽ കെട്ടിയ ബാൻഡേജിൽ തൊട്ടു. വേദനയുണ്ടോടി പെണ്ണെ? അത്രയും ആർദ്രമായി അവൻ ചോദിച്ചു. നയന നോക്കിക്കാണുകയാണവനെ. ഉള്ളിലെ സ്നേഹം പുറത്തേക്ക് ഒഴുകി വരുമ്പോൾ ഒരു പുരുഷൻ്റെ മിഴികളിലെയും കവിളുകളിലെയും ചുടികളിലെയും കരങ്ങളിലെയും മാറ്റങ്ങൾ. ഡോക്ടർ എന്തു പറഞ്ഞു? നയന അവൻ തലയിൽ സ്പർശിച്ച കൈയെടുത്ത് അവളുടെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു. കുഴപ്പമൊന്നുമില്ലെന്നേ. അത് പറയുമ്പോൾ അവൻ്റെ നോട്ടം അവളുടെ വയറിലേക്കാണ്. നയനയും അവൻ നോക്കുന്നിടത്തേക്ക് നോക്കി പിന്നെ അവനെ നോക്കി പുഞ്ചിരിച്ചു. സൂക്ഷിക്കണമടി പെണ്ണെ. നിനക്കും കുഞ്ഞിനും ഒരു ആപത്തും പിണയാതെ കയ്യോടെ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങ് തന്നേക്കണമടി പൊന്നെ. അർജുൻ്റെ ജീവൻ കിടപ്പുണ്ടിവിടെ. അതും പറഞ്ഞു കൊണ്ടവൻ അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി അവിടം ചുംബിച്ചു. പെട്ടെന്നൊരു നേഴ്സ് കയറി വന്നതും നയന അവനെ പിടിച്ചു മാറ്റി. ഇവളിതെന്താ ചെയ്യുന്നതെന്ന അർത്ഥത്തിൽ അർജുൻ അവളെ മുഖമുയർത്തി നോക്കി. പിന്നെ അവിടെ കണ്ടതൊന്നും താൻ കണ്ടിട്ടേയില്ലെന്ന ഭാവത്തിൽ സിറിഞ്ചിലേക്ക് മെഡിസിൻ നിറക്കുന്ന നേഴ്സിനെയും ഒന്ന് നോക്കി. തൊട്ടപ്പുറത്തെ മുറിയിൽ തന്നെയാണ് നിധയെ ട്രിപ്പിട്ട് കിടത്തിയിട്ടുള്ളത്. തൊട്ടരികിലിരുന്ന് കാലൊഴിയുന്ന ഭർത്താവിനെ തുറപ്പിച്ച് നോക്കുന്നുണ്ട്. എടി, അവന് ഭ്രാന്താണെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ യാതൊരു മനസ്സലിവുമില്ലാതെ അവൻ ഈ ഹോസ്പിറ്റൽ കോമ്പൗണ്ട് മൊത്തം ഇട്ടെന്നെ ഓടിക്കോ? ഹോസ്പിറ്റലിൽ വന്നോരും റോഡിൽ നിന്നോരും ഒക്കെ കാഴ്ചക്കാരായി നിൽപ്പുണ്ട്. കാലുയർത്തി വിരലുകൾ മുന്നോട്ടും പിന്നോട്ടും ആക്കിക്കൊണ്ട് മോഹൻ പറഞ്ഞു. ഭ്രാന്ത് അവനല്ല, നിങ്ങൾക്കാണ്. ആ ചെറുക്കൻ ആദ്യം പിടിച്ച് ഓടി വരുമ്പോഴാണ് നിങ്ങൾ ഒടുക്കത്തെ ഡ്രാമ. നിത ദേഷ്യത്തോടെ പറഞ്ഞു. ആദ്യം പേടിച്ചാലും അവനൊരു അച്ഛനാകാൻ പോകുന്നെന്നറിയുമ്പോൾ അവനങ്ങ് സന്തോഷം കൊണ്ട് മതിമറക്കുമെന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു അവസ്ഥ മുൻകൂട്ടി അറിയാനും കഴിഞ്ഞില്ല. മോഹൻ അതും പറഞ്ഞ് തല കുമ്പിട്ടതും നിധയുടെ ഇമകൾ പിടഞ്ഞു പിടഞ്ഞ് നീർത്തുള്ളി പൊഴിഞ്ഞു. അവർ കരയാണെന്ന് കണ്ടതും താൻ പറഞ്ഞതിൻ്റെ അകപ്പൊരുൾ ഓർത്തെടുത്ത് മോഹൻ നിധയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിരുന്നു. നിധ, നീ കരയല്ലേ? ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതേ അല്ല. ഇനി എന്ത് പറഞ്ഞാണ് വായിൽ നിന്ന് പോയ വാക്കുകൾ തിരുത്താനാകുക? കരയല്ലേ നിധ? മോഹനും കരയുമെന്നായി. ഹേയ്, ഞാനെന്തിനാ കരയുന്നത്? നമുക്കൊരു കൊച്ചുമോൻ വരാൻ പോവല്ലേ. അവനെ കാണണം എനിക്ക്. ഇനി നിധയുടെ കാത്തിരിപ്പ് അവന് വേണ്ടിയാ. നിധ വേഗം കണ്ണുകൾ തുടച്ചു. തിളങ്ങുന്ന മിഴികൾ മോഹനെ നോക്കി. ചെറുക്കൻ കുഞ്ഞാകുമെന്ന് തോന്നുന്നില്ല. ആയ കാലത്ത് താന്തോന്നിത്തരം കാണിച്ച് പിന്നീട് പുണ്യാളന്മാരായവർക്കൊക്കെ ആദ്യം കൊടുക്കുന്നത് പെൺകുഞ്ഞിനെ ആയിരിക്കും. മോഹൻ കട്ടായം പറഞ്ഞു. അതെന്തിനാണെന്നറിയോ? അവന്മാരെ ഉള്ളിലെ ചെകുത്താൻ ഒരു കാലത്തും പുറത്തു വരാതിരിക്കാൻ. നിധയുടെ ഉള്ളിലെ ദുഃഖം മാഞ്ഞെന്ന് കണ്ടപ്പോൾ അയാൾക്ക് അതിയായ സന്തോഷം തോന്നി. ഇനി തൻ്റെ വായിൽ നിന്ന് അബദ്ധത്തിൽ പോലും അത്തരം വാക്കുകൾ വരരുതെന്ന് മോഹൻ ഉറപ്പിച്ചു. പെട്ടെന്ന് അവരുടെ റൂമിൻ്റെ ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് മോഹൻ തിരിഞ്ഞു നോക്കി. പിന്നെ എന്തോ സംശയത്തോടെ എഴുന്നേറ്റ് വന്നു. വാതിൽ തുറന്നപ്പോൾ സംശയിച്ചത് തന്നെ. അവനാണ് അർജുൻ. വിളിച്ചോണ്ട് നിൽപ്പുണ്ട്. മോഹൻ മുഖം കൂർപ്പിച്ചൊരു നോട്ടം നോക്കി നിധയുടെ അരികിലേക്ക് തന്നെ നടന്നു. അർജുൻ്റെ ഇളി അവിടെ നിന്നു. കേട്ടോ നിതാമ, ഞാൻ ഇതാണ് അങ്കിളിനോട് ഡെയിലി ജോഗിങ്ങിന് പോകണമെന്ന് പറയുന്നത്. ഇതിപ്പോൾ കണ്ടോ, 2 റൗണ്ട് ഓടിയപ്പോഴേക്കും കിതച്ചില്ലേ? തീരെ മൈലേജില്ല. വെറുതെ ആൾക്കാരെ കൊണ്ട് വയസ്സാന്ന് വിളിപ്പിക്കരുത് കേട്ടോ. നാളെ തൊട്ട് എക്സസൈസും കൂടാതെ ജോഗിങ്ങും തുടങ്ങിക്കോണം. പൂന്തോട്ടം നനച്ചാലൊന്നും ദേഹം അനങ്ങില്ല. അർജുൻ നിധയുടെ അടുത്ത് പോയിരുന്നു. അവിടെ കണ്ട മാസിക വായിക്കുന്ന മോഹനോടാണ് പറയുന്നത്. നീ വാചകടി നിർത്തി നയനയുടെ കാര്യം പറയടാ. ഇതൊക്കെ കണ്ടും കേട്ടും നിധയ്ക്ക് ദേഷ്യം വന്നു. അവൾക്കൊരു കുഴപ്പവുമില്ല നിതാമ. നല്ല റെസ്റ്റ് വേണം. തുടക്കത്തിലെ ഈ വീഴ്ചയാണ് കാരണം. നിതാമയ്ക്കോ? അർജുൻ തിരിച്ചും ചോദിച്ചു. ഈ ട്രിപ്പ് തീർന്നാൽ പോകാം, നിധ പറഞ്ഞു. ആ, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം. സീതേച്ചിയും രാജേട്ടനും ഓട്ടോയിൽ വീട്ടിലേക്ക് പോയി. അർജുൻ എഴുന്നേറ്റ് നയനയുടെ റൂമിലേക്ക് പോകുന്നേരം മോഹനെ നോക്കി കണ്ണുറുക്കിയതും അറിയാതെ അയാൾ ചിരിച്ചും പോയി. സ്കാനിങ്ങിൽ ഗർഭസ്ഥ ശിശുവിന് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന്
ആശ്വാസത്തിലാണ് അവർ ഹോസ്പിറ്റൽ വിട്ടത്. അർജുൻ്റെ കമ്പനിയിൽ ജോലിക്ക് പോകാമെന്ന തീരുമാനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് നയന ഗർഭകാല രോഗങ്ങളിലേക്ക് കാലെടുത്തു വെച്ചു. അപ്പച്ചനും അമ്മച്ചിയും കുഞ്ഞുമോളും തോമസും ലിസിയും അവളെ കാണാനെത്തി. 2 ദിവസം കഴിഞ്ഞാണ് അവർ തിരിച്ചു പോയതും. വീട്ടിൽ വല്യമ്മച്ചിക്കും പിള്ളേർക്കും വല്യമ്മച്ചിയുടെ അനിയത്തിയുടെ മോളെ കൂട്ടുനിർത്തി. എന്നും രാവിലെ തലകറക്കവും ഛർദിയും പതിവാണ്. ക്ഷീണവും ഛർദിലും മൂർച്ഛിക്കുന്ന ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പിട്ട് തിരിച്ചു വരും. ഒരു ദിവസം അമ്മച്ചിയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞു. ത്രേസ്യ കുഞ്ഞുമോളെ തോമസിൻ്റെ വീട്ടിലാക്കി അർജുൻ്റെ വീട്ടിലേക്ക് വന്നു. ഇതെന്നാ കിടപ്പ എൻ്റെ കൊച്ചേ, എഴുന്നേറ്റ് ഈ കഞ്ഞിയെങ്കിലും ഒന്ന് കുടിക്ക്, വയറ്റിലൊരു ജീവനുള്ളതല്ലേ. കൈകൾ കോർത്തു വെച്ച് അതിമേ കവിൾ വെച്ച് കിടക്കുന്നവളോടായി ത്രേസ്യ പറഞ്ഞു. അവൾ മിണ്ടുന്നില്ല, അനങ്ങുന്നുമില്ല. ശ്വാസം വലിച്ചു കണ്ണു തുറന്ന് കിടപ്പുണ്ട്. ത്രേസ്യ നിസ്സഹായതയോടെ സീതയെ നോക്കി. അവർ തിരിച്ചു. നിത രാവിലെ അവരുടെ റൂമിൽ ഓൺലൈൻ കൺസൾട്ടിങ്ങിന് കയറും. കൺസൾട്ടിങ് കുറേ ദിവസം ഇല്ലാതിരുന്നത് കൊണ്ട് നിതയുടെ സ്ഥിരം രോഗികളാകെ വലഞ്ഞിരുന്നു. ഇങ്ങനൊരു അനാസ്ഥ ഡോക്ടർ നിതക്ക് ഉണ്ടായിട്ടേയില്ല. ഇതിപ്പോൾ നയനയുടെ ഗർഭകാല രോഗങ്ങൾ കണ്ട് അവർക്കും വല്ലാത്ത മനപ്രയാസമാണ്. എനിക്ക് അർജുനേട്ടനെ കാണണം അമ്മച്ചി, അവൾ പതുക്കെ പറഞ്ഞു. ചുണ്ടുകൾ പോലും അനങ്ങുന്നില്ല. കൊച്ചൻ ഓഫീസിൽ പോയിരിക്കുകയല്ലേ. ശരി, അപ്പച്ചനോട് പറഞ്ഞിട്ട് അമ്മച്ചി കൊച്ചനെ വിളിപ്പിക്കാം. ഇപ്പോൾ കൊച്ച് കഞ്ഞി കുടിക്ക്. ത്രേസ്യ സ്പൂണിലെടുത്ത കഞ്ഞി അവൾക്ക് നേരെ നീട്ടിയപ്പോൾ നയന പതിയെ എഴുന്നേറ്റ് ഡ്രസ്സിലേക്ക് തല ചായ്ച്ചിരുന്നു. ഇന്നലെ ആ കൊച്ചനോട് അടുത്തേക്ക് വരണ്ട, അവൻ്റെ മണം പിടിക്കുന്നില്ലെന്ന് പറഞ്ഞവളാ ഇന്നിപ്പോൾ അവനെ കാണണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. ത്രേസ്യ അവളെ കുറ്റപ്പെടുത്തി. നയന വിതുമ്പിപ്പോയി. അവളുടെ ചുണ്ടുകൾ വിറച്ചു. ശരി, ഇനി അതിനും കരയണ്ട. ഈ കൊച്ചിന് എന്താപ്പം ഇങ്ങനെ ഓരോ നേരത്തും ഓരോ സ്വഭാവമായിരിക്കുന്നു. ത്രേസ്യ അതിശയത്തോടെ അവളെ നോക്കി താടയിൽ കൈവച്ചു. പക്ഷേ നയന ചിന്തിക്കുന്നത് അമ്മച്ചി പറയുന്നതിനെ പറ്റിയൊന്നല്ല. ഇന്നലെ അവൻ തൻ്റെ ജീവനിലേറെ സ്നേഹിക്കുന്നവൻ അടുത്തു വന്നിരുന്നു. പണ്ട് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന അവൻ്റെ ശരീരഗന്ധം. അവളോട് ചേർന്നിരിക്കാൻ വന്നവൻ്റെ സാമീപ്യവും ആ ഗന്ധവും അകാരണമായൊരു മനംപുരട്ടലാണ് അവളിൽ നിറച്ചത്. അവൾക്ക് അവനെ അകറ്റാൻ തോന്നി. സ്നേഹം കൊണ്ടല്ല, ശരീരം ആ ഗന്ധത്തോട് കാണിക്കുന്ന അസ്വസ്ഥത കൊണ്ട് മാത്രം. നയന കണ്ണുകൾ ഇറുക്കി കരഞ്ഞപ്പോൾ തോളിലൊരു തണുപ്പ് പടർന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ അർജുൻ. അവനെ കണ്ടതും നയന പൊട്ടിക്കരഞ്ഞു. എന്താ എൻ്റെ പെണ്ണിന്, ഇതിപ്പോൾ കൊച്ചു കുട്ടികളേക്കാൾ കഷ്ടമാണല്ലോ തൻ്റെ കാര്യം. 8 മാസം കഴിഞ്ഞാൽ കുഞ്ഞുവാവ ഇങ്ങെത്തും. അതിനെ നോക്കാനുള്ള മമ്മയാണോ ഇങ്ങനെ കിടന്ന് കരയുന്നത്? അവൻ അവളെ വാരിപ്പുണർന്നു. അവളോ ആ നെഞ്ചിലേക്ക് മുഖം ചേർത്തു അവനെ പിടിച്ചിറുക്കി. എനിക്ക് വയ്യ അർജുനേട്ടാ, അതാ ഇന്നലെ. കരച്ചിലിനിടയിൽ മുഖം അവൻ്റെ നെഞ്ചിൽ നിന്നെടുക്കാതെ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനാണോ ഈ ബഹളം? അവൻ ആ നെറുകയിൽ പതിയെ ഒഴിഞ്ഞു. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. നയനയുടെ അസുഖങ്ങളും അസ്വസ്ഥതകളും കുറഞ്ഞു വന്നു. അവൾ കഴിക്കാനും എല്ലാവരോടും സംസാരിക്കാനും പുഞ്ചിരിക്കാനും തുടങ്ങിയതോടെ ആ കുടുംബത്തിൻ്റെ മുഖവും തെളിഞ്ഞു. അവരുടെ ഉള്ളിലെ ആശങ്കകളും ഒഴിഞ്ഞുപോയി. നയന നടക്കാൻ ഇറങ്ങുമ്പോൾ നിധയും പോകും. അവൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു നിധ വീൽ ചെയർ സ്വയം ചലിപ്പിച്ച് കൂടെയുണ്ടാകും. ഇന്ന് നയന അവളുടെ നാട്ടിലേക്ക് പോവുകയാണ്. കൂടെ മോഹനും നിധയുമുണ്ട്. വല്യമ്മച്ചിക്ക് അവളെ കാണാൻ അതിയായ മോഹം. അവൾക്ക് വിശേഷമുണ്ടെന്നറിഞ്ഞപ്പോഴുള്ള പദം പറഞ്ഞു കരച്ചിലാണ്. പിന്നെ അവൾക്ക് ഒട്ടും വയ്യെന്നറിഞ്ഞപ്പോൾ അവളെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞായി കരച്ചിൽ. അത്രയും ദൂരം വല്യമ്മച്ചിയെ കൊണ്ട് യാത്ര ചെയ്യൽ നടക്കാത്ത കാര്യവും വല്യമ്മച്ചിയുടെ കാര്യമായതുകൊണ്ട് മാത്രം അർജുൻ സമ്മതിച്ചു. ഗർഭകാലത്ത് കാര്യമായ പ്രശ്നങ്ങളില്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്ന നിധയുടെ വാക്കുകളും അല്പം ആശ്വാസം നൽകി. സ്റ്റിയറിങ്ങിൽ കൈകൾ വെച്ചു മുൻസീറ്റിലിരിക്കുന്ന അവളെ നോക്കി അർജുൻ ഒരു ദീർഘനിശ്വാസം അയച്ചു. കുഞ്ഞുമോൾ വലിയ ഉത്സാഹത്തിലാണ് നടക്കുന്നത്. ഇന്ന് അവളുടെ ചേച്ചി വരികയല്ലേ. അതും കുറേ ചോറ് തിന്നതുപോലെ വയറ് തള്ളി നിൽക്കുന്ന ചേച്ചിയെ കാണാൻ നല്ല രസമായിരിക്കില്ലേ. അവൾ മുറ്റത്തെ തിണ്ണയിൽ കാല് നീട്ടിയിരുന്നു. അടുക്കളയിലെ ജോലിക്കിടയിൽ ഇടയ്ക്കിടെ ത്രേസ്യ വഴിക്കണ്ണുമായി പുറത്തേക്ക് നോക്കുന്നുണ്ട്. കോശി ഇന്ന് സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടില്ല. അമ്മച്ചിയെയും കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ. അവർ വന്ന മോളോട് പറയാൻ ഒരു സന്തോഷ വാർത്ത കൂടി ഒളിപ്പിച്ചു. അധികം വൈകാതെ കോശി വല്യമ്മച്ചിയെയും കൊണ്ടിങ്ങെത്തി. കൊച്ചിനെ കാണാലോ എന്ന് വെച്ച് ഞങ്ങളും ഇങ്ങ് വന്നു. അമ്മച്ചിയുടെ കൈപിടിച്ചു വരുന്ന കൂടെ ലിസി പറഞ്ഞു. പിള്ളേരും ചാടിത്തുള്ളി ലിസയുടെ കൂടെയുണ്ട്. അതിനെന്നാ, വാ അകത്തേക്കിരിക്കാം. തോമസ് എന്തിയേ?
അങ്ങേര് ഇപ്പോൾ ഇങ്ങ് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ ക്ഷണിക്കാൻ പള്ളിയിൽ ചെല്ലണമെന്നും പറഞ്ഞിരുന്നു. എപ്പോൾ എത്തുമെന്നറിയില്ല. ത്രേസ്യയും ലിസിയും ഇടവും വലവും കൈകോർത്തു പിടിച്ചു വല്യമ്മച്ചിയെ കസേരയിലിരുത്തി. എന്നിട്ടൊരു സ്റ്റൂൾ അരികിൽ വെച്ച് അതിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ച് കൊടുത്തു. ഹൗ ആശ്വാസം. ഞാൻ കുടിക്കാൻ വെള്ളമെടുക്കാം, കലക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ത്രേസ്യ അടുക്കളയിലേക്ക് നടന്നു, കൂടെ ലിസിയും. എടി കൊച്ചേ, ഇനി തുള്ളിച്ചാടലൊന്നും വേണ്ട, അടങ്ങി നിന്നേ, ലിസി കുഞ്ഞുമോളോട് ചിരി ഒതുക്കി പറഞ്ഞു. അവൾ മിഴികൾ താഴ്ത്തി ചുണ്ടു കൂർപ്പിച്ചു. അത് കണ്ട് ത്രേസ്യയും ലിസിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. എടിയെ പെണ്ണുങ്ങളെ, അവരിങ്ങെത്തി, അമ്മച്ചി അവരെത്തി. പതിയെ കണ്ണുകളടക്കാൻ തുനിഞ്ഞ തൻ്റെ അമ്മച്ചിയോട് കോശി കുനിഞ്ഞു നിന്ന് പറഞ്ഞു. മുറ്റത്തേക്ക് വലിയ കാർ ഗേറ്റ് കടന്നു വരുന്നത് കണ്ട് കോശിക്കാകെ പരവേശമായി. എന്തു ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം? അയാൾ തോളിൽ കിടന്ന തോർത്തുകൊണ്ട് മുഖമൊന്ന് തുടച്ചു വിട്ടു. വാ. ലിസി നയനയെ പിടിച്ചു പതിയെ കാറിൽ നിന്നിറക്കി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങുമ്പോൾ അർജുൻ അവളുടെ മുഖത്തേക്കും ദേഹത്തേക്കും സൂക്ഷിച്ചു നോക്കി. അവൾക്ക് യാത്രാക്ഷീണമോ തളർച്ചയോ തോന്നിയില്ല. ഇനി ചെറിയ വല്ല അസ്വസ്ഥത തോന്നിയെങ്കിൽ അത് ആ വീടും നാടും അവളുടെ കുടുംബത്തെയും കണ്ടപ്പോൾ എങ്ങോ പറന്നുപോയി. മോഹൻ വീൽ ചെയർ ഡിക്കിയിൽ നിന്നിറക്കി നിധയെ അതിലിരുത്തി. കുഞ്ഞുമോൾ അവളുടെ വയറ്റിൽ പോയി തൊട്ട് ഒഴിഞ്ഞു. കയറി വരുമ്പോഴേ അവർ കണ്ടു വല്യമ്മച്ചി മുന്നിലെ കസേരയിൽ ഇരിക്കുന്നത്. കൊച്ചേ, യാത്രയൊക്കെ സുഖമായിരുന്നോ? എൻ്റെ കൊച്ചിനെ കാണാൻ പറ്റാണ്ട് ഈ കിളവി ചത്തുപോകുന്നു കരുതി. ഇവരാരും എന്നെ കൊച്ചിനെ കാണിക്കാൻ കൊണ്ടുപോയില്ല. തൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചവളുടെ കൈകൾ കോർത്തു വല്യമ്മച്ചി നിറമിഴികളോടെ അവളെ നോക്കി. വന്നിട്ട് ഇതുവരെ ഒരക്ഷരം ഉരിയാത്ത ആളായി ഇപ്പോൾ പറഞ്ഞ വാക്ക് കണ്ടില്ലേ? ലിസിയുടെ മനസ്സിൽ വന്നതാണ്, അവൾ പുറമേ പറഞ്ഞില്ല. എന്തിനാ ഇനി എൻ്റെ വല്യമ്മച്ചി കരയുന്നത്? ഞാൻ ഇങ്ങെത്തിയില്ലേ വല്യമ്മച്ചിയെ കാണാൻ, നയന പറഞ്ഞു. നിധ കയ്യിൽ വെച്ച കവറുകൾ വല്യമ്മച്ചിക്ക് കൊടുത്തു. ആ കവറിനുള്ളിൽ എന്താണെന്ന് ആകാംക്ഷയോടെ വല്യമ്മച്ചി അത് തുറന്നു നോക്കുന്നുണ്ട്. തിളക്കമുള്ള തുണിയിൽ ചട്ടയും മുണ്ടും നേരിയതും കണ്ട് വല്യമ്മച്ചിയുടെ കണ്ണുകൾ കുമിഞ്ഞുപോയി. വല്യമ്മച്ചിയുടെ പൊന്ന്! അവർ അവളുടെ തുടുത്ത കവിളിൽ തലോടി. ഇത് ഞാൻ വാങ്ങിയതല്ല, ദേ ഇരിക്കുന്ന നിധാമ്മയുടെ സമ്മാനമാ. നയന നിധയുടെ വീൽ ചെയർ തള്ളി അവരുടെ അടുത്തേക്ക് നീക്കി. പിന്നെ അവർ തമ്മിലായി കൂട്ടും സംസാരവും. വല്യമ്മച്ചി നയനയുടെ ഉന്തിയ വയറിലേക്ക് നോക്കി. 6-ാം മാസമായിട്ടുള്ളെങ്കിലും വയറതിനൊത്തല്ല, വലുതാ. വയറ്റിനകത്ത് 2 കൊച്ചുങ്ങളുണ്ടോടി ത്രേസ്യയെ? വല്യമ്മച്ചി അവളുടെ വയറിൽ തൊട്ട് നോക്കുന്നത് ത്രേസ്യയെയാണ്. ഈ വല്യമ്മച്ചി! ലിസി തലക്ക് കൈ കൊടുത്തുപോയി. ഒന്നേ ഉള്ളൂ അമ്മച്ചി, നിധ ചിരിയോടെ പറഞ്ഞു. അവർക്ക് ആ ദിവസം വിനോദമാക്കാൻ വല്യമ്മച്ചിയുടെ തമാശകൾ ധാരാളം. കൂടെ ത്രേസ്യ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യം കുഞ്ഞുമോൾ വയസ്സറിച്ചു എന്നതായിരുന്നു. നയന സന്തോഷം കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. തങ്ങളുടെ വീട് നിറച്ച ആളുകൾ. ആത്മനിർവൃതിയിൽ ത്രേസ്യയുടെയും കോശിയുടെയും മനം കുളിർന്നു. തോമസ് പറഞ്ഞതനുസരിച്ച് വൈകുന്നേരം അച്ഛൻ വീട്ടിലെത്തി. അമ്മയുടെയും വരാനിരിക്കുന്ന കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നയനയുടെ തലയിൽ കൈവച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. തുടരും. ഇനി ഒരു പാർട്ടും കൂടി കാണുള്ളൂ. കഥ അവസാനിക്കാറായി. അവരവരുടെ വഴിക്ക് വിടാനായി. എല്ലാവരും ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.